ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ റൂഫിലാണ് ഇന്ന് സെറാമിക്കിൻ്റെ ഓടി വിരിക്കാനുള്ളത്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഓടി വിരിക്കാണ്ട് കേട്ടോ. 1000 സ്ക്വയർ ഫീറ്റ് സെറാമിക്കിൻ്റെ ഓടി വിരിക്കാണ്ട്. അപ്പം ഈ മണ്ണിൻ്റെ ഓടിനെ അപേക്ഷിച്ചിട്ട് സെറാമിക്കിൻ്റെ ഓട് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിന് 1000 പീസ് വാങ്ങിയാൽ മതി, 1000 എണ്ണം വാങ്ങിയാൽ മതി. അങ്ങനെയാണ് എൻജിനീയറിങ് കണക്ക്. അപ്പോൾ ആദ്യം വേണ്ടത് ഞങ്ങളിതാ ഓടൊക്കെ നിലത്തുനിന്ന് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി ഓടി വിരിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് ഈ ഓടിനൊക്കെ മണ്ണിൻ്റെ ഓടിന് നമുക്ക് ലോക്ക് ബാക്ക് സൈഡിൽ ലോക്ക് കാണാൻ കഴിയും പട്ടികയിൽ കൊളുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ സെറാമിക്കിൻ്റെ ഓടുകൾക്ക് നമ്മൾ ലോക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് കോൺക്രീറ്റിൻ്റെ സ്റ്റീലാണി 1.5 ഇഞ്ചിൻ്റെ ആണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു ഓടിന് തന്നെ ബാക്കിൽ നമുക്ക് 2 ഹോൾസ് കാണാൻ കഴിയും. ഇവിടെയൊക്കെ കാണിച്ചു തരാം. ഈ 2 ഹോൾസിൽ ആണിട്ടുകൊണ്ടാണ് ഈ സെറാമിക്കിൻ്റെ ഓടൊക്കെ പട്ടികയിൽ കൊളുത്തി വെക്കുന്നത്. അപ്പോൾ ചില ആളുകൾ 2 ഇഞ്ചിൻ്റെ ആണി ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഒരിക്കലും 2 ഇഞ്ചിൻ്റെ ആണികൾ വാങ്ങരുത്. കാരണം നമുക്ക് 1.5 ഇഞ്ചിൻ്റെ ആണിനെ ധാരാളമാണ്. ഈ 2 ഇഞ്ചിൻ്റെ ആണി വാങ്ങിയാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മളെ കെട്ടിയ പട്ടിക കനല്ല എന്നുണ്ടെങ്കിൽ 2 ഇഞ്ചിൻ്റെ ആണിയിൽ നിന്ന് ഈ ആണി പുറത്തേക്ക് വന്നിക്കും. അപ്പോൾ നമ്മൾ ഓടി വിരിച്ചതൊക്കെ ഗ്യാപ്പായിട്ട് വെക്കും. അതുകൊണ്ട് എപ്പോഴും 1.5 ഇഞ്ചിൻ്റെ ആണി ഉപയോഗിക്കുക. കഴിഞ്ഞാൽ അതിൽ വേറെ വർത്താനമില്ല. അതുപോലെ നമുക്കിവിടെ ഓടി വിരിക്കാനുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ 2ാം നിലയിലേക്ക് കയറി വരുന്ന ഈ കോണിക്കൂട് 2 ഭാഗത്തേക്ക് ചെരിച്ചുണ്ടാക്കിയൊരു കോണിക്കൂട് കേട്ടോ. അതിന് ഒരു 70 സെൻറ്റ് ഗ്യാപ്പിലൊക്കെ പാത്തി വെച്ചിട്ടുണ്ട്. പാത്തിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. ഇപ്പം കാണാൻ കഴിയും അവിടെ ഓടി വിരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈറ്റിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ടാങ്ക് കാണാൻ കഴിയും. ഈ ടാങ്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടാങ്കിൻ്റെ ഒരു സൈഡ് സ്ലേവിൽ ചേർത്തിട്ടും ഒരു സൈഡിൽ 2 കാല് 1.5 ഇഞ്ചിൻ്റെ ആംഗ്ലർ കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഈ സെപ്പറേറ്റ് ടാങ്കൊക്കെ സ്ലേവിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓടി ഇരിക്കുമ്പോൾ മറ്റേത് അവിടെയൊക്കെ ലീക്കാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല സിമെൻ്റൊക്കെ ഇട്ട് സെറ്റാക്കുക. ഇനി നമ്മളിതാ ഓടി വിരിക്കാൻ എപ്പോഴും ഓടിൻ്റെ സൈഡിൽ എല്ലാ വീടുകൾക്കും നമുക്ക് കാണാൻ കഴിയും പോർച്ചായാലും എന്തായാലും ഒരു വരി ഇഷ്ടിക എല്ലാവരും കെട്ടാറുണ്ട് തേപ്പിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഇഷ്ടിക അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറാമിക്കിൻ്റെ ഓടുകൾ വലത്തുനിന്ന് ഇടത്തേക്ക് വിരിക്കുക. മറ്റേ ഓടി ഇടത്തുനിന്ന് വലത്തേക്ക് ഇരിക്കും. അപ്പോൾ ഓരോ ഓടിനോരോ വ്യത്യാസമുണ്ട്. അപ്പോൾ സെറാമിക്കിൻ്റെ ഓടി വിരിക്കുന്നത് കാണാൻ കഴിയും. ഞങ്ങൾ ആദ്യം ആ ഇഷ്ടികൻ്റെ സൈഡ് ഫുള്ളായിട്ട് ഗ്രിപ്പാക്കിയിട്ടുണ്ട്. മഴ ഉപയോഗിച്ചിട്ട് ഗ്രിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഗ്രിപ്പാക്കിയിട്ട് ആ വശത്തെ റോഡ് കണ്ടോ സിമെൻ്റ് മൂലയിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ സെറാമിക്കിൻ്റെ ഓടി വിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമുള്ള പണിയൊന്നുമല്ല. നിങ്ങൾക്ക് ഇനി ഒരുപാട് ഇങ്ങനത്തെ വീഡിയോ വരുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ സെറാമിക്കിൻ്റെ ഓടി വിരിക്കുമ്പോൾ അതാ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾ കണ്ടില്ല, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഇഷ്ടികയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. നമ്മൾ എവിടുന്നാണ് ഓട് കറക്റ്റ് വെച്ച് കൊണ്ടുവരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ സിമെൻറ്റ് ഇട്ടിട്ട് ഈ ടൈൽസൊക്കെ വെക്കണ മാതിരി ആ ഓട് അതിൽ പതിച്ച് വെക്കണം. ആ പതിച്ച് വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സിമെൻറ്റ് സെറ്റായി നിൽക്കുമ്പോൾ അതിൽക്കൂടെ ലീക്ക് ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് പോയിൻ്റ് കൊടുത്താൽ മതി. കാരണം എപ്പോഴും ഈ 2ാം നില 3ാം നിലയൊക്കെ ഓടി വിരിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് സിമെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം പിന്നീട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ സെറാമിക് ഓടിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അത് സിമെൻ്റാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ലോങ് വ്യൂവിൽ നമ്മൾ എത്ര 3ാം നിലൻ്റെ മുകളിലൊക്കെ ഓടി വിരിച്ച് കഴിഞ്ഞാലും ലോങ് വ്യൂവിൽ എപ്പോഴും കറുത്ത ഓടാണെങ്കിൽ കറുപ്പേ കാണുള്ളൂ, ചുവപ്പ് ഓടാണെങ്കിൽ ചുവപ്പേ കാണുള്ളൂ. നമ്മൾ അടിയിലെ വർക്കൊക്കെ മാത്രം, അതായത് സൺസൈഡ് പോർച്ചൊക്കെ വിരിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സിമെൻറ്റിനെ. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ട ആ ടാങ്കിൻ്റെ ബാക്കിൽ, ടാങ്ക് എന്ന് പറഞ്ഞാൽ ട്രസ്സിൻ്റെ വർക്കാണ്. അതിൻ്റെ മുകളിൽ ജെയിൻ്റെ ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് മുകളിൽ നിന്ന് ഓടി വരും, വെള്ളം വന്നുകാണ്ട് അതിൻ്റെ ഇടയിൽ വീണുകാണ്ട് ലീക്കാവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ സൈഡ് ഗ്രൗട്ട് അടിച്ചിട്ട് ഈ പണി ചെയ്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് അതിൻ്റെ അടിയിൽ ഗ്രൗട്ട് അടിച്ച് കറക്റ്റ് സിമെൻ്റൊക്കെ വെച്ച് സെറ്റാക്കി അതിലേക്ക് അയിമക്കണ്ട് സെറ്റപ്പ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓടും പുറത്തുനിന്ന് വരുന്ന വെള്ളം നേരെ ഷീറ്റുമൊക്കെ പോയിക്കോളും. അപ്പോൾ അവിടെ ലീക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സെറാമിക്കിൻ്റെ ഓടി വിരിച്ചിട്ട് ഒരുപാട് വീട്ടിൽ ലീക്ക് ഉണ്ട്, നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കണ്ട് ആ സൈഡൊക്കെ ഏകദേശം ഓടി വിരിച്ച് കഴിഞ്ഞ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ സാധാ ഓടി വിരിക്കണ മാതിരി തന്നെയാണ് സെറാമിക്കിൻ്റെ ഓടും. അതിന് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ റിസ്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടോ ഓടി വിരിക്കണത്, നമ്മൾ ഓടിങ്ങനെ നിങ്ങൾക്ക് വിരിച്ച് കറക്റ്റ് കാണിച്ചു തരതാ. ഒരു വടി വെച്ചിട്ട് ഇതേപോലെ വിരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സെറാമിക്കിൻ്റെ ഓടിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മൂലോട് വെക്കുക എന്നുള്ള കാര്യം മാത്രമാണ് സെറാമിക്കിൻ്റെ ഓടിൻ്റെ മെയിൻ പ്രശ്നം. ബാക്കിയുള്ള വിരിക്കാൻ ആർക്കും വിരിക്കുക. അപ്പോൾ അതൊക്കെ ഇത് കറക്റ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ സെറാമിക് ഓടിൻ്റെ ലോക്ക്. കണ്ടോ,
ഈ കറക്റ്റ് ഈ ലോക്കിൽ കുടുങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് സാധാ ഓട് എങ്ങനെ ആർക്കും വിരിക്കാൻ പറ്റും. സെറാമിക് ഓടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ലോക്കാണ്. അത് പ്രശ്നമുള്ള കാര്യമില്ല, അത് നമ്മൾ ശരിയാക്കി തരാം. ഇനി അതുപോലെ ഞാൻ അടുത്തൊരു ട്രിക്കിനെ പഠിപ്പിച്ചു തരാം. എന്താ വെച്ചാൽ നമുക്ക് ഈ എപ്പോഴും ഈ സൺസൈഡിലൊക്കെ ഹാഫ് പീസ് കട്ട് ചെയ്ത് വരും, അതായത് മുറിപ്പീസുകൾ. ഇങ്ങനെ മുറിപ്പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓടിന് 53 ഉറുപ്പ്യോളം വില ഉണ്ട്. ഈ 53-54 ഉറുപ്പ്യൻ്റെ ഓടുകൾ ക്ലാമിക്സഡ് ഓടുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവും അതിൻ്റെ ബാക്കി പീസ്. അപ്പോൾ ഇതുപോലെ ഈ വരുന്ന ബാക്കി പകുതി കഷ്ണം എങ്ങനെ യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് കാണിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലോക്ക് അത് ഹാഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് കട്ടായി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബാക്കിയുള്ള ബാക്ക് വരുന്ന ഹാഫ് ഇതേമാതിരി ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട് പതിഞ്ഞ് നിൽക്കും. ഇനി അടുത്തതാണ് സിലിക്കോൺ. ഈ സിലിക്കോൺ എന്ന് പറഞ്ഞാൽ ആ ഗണ്ണിന് ആപ്പാടെ 170 ഉറുപ്പ്യുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ആ പശക്ക് ഒരു 170 ഉറുപ്പ്യുള്ളൂ. പശ പിന്നെ വീട്ടുകാർ വാങ്ങിത്തരും, നമ്മൾ പണിക്കാർ ഒരു ഗണ്ണ് മാത്രം വാങ്ങിയാൽ മതി. അത് അതിൽ വെച്ചുകാണ്ട് അതിനാ മെഷീനോട് ചെറുങ്ങനെ ഒരു ഓട്ടത്ത് ഒരു ചെറിയൊരു സ്റ്റെപ്പ് കണ്ട് കത്തി കീറുന്നമാതിരി കീറി കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ സിലിക്കോൺ വെക്കണമെങ്കിൽ അവിടെ കാണാൻ കഴിയും. സിലിക്കോൺ മെയിനായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മണ്ണിൻ്റെ ഓടിന് ഗ്രിപ്പുണ്ട്. മണ്ണിൻ്റെ ഓടി നമുക്ക് മുമ്പിലും ബാക്കിലും ലോക്ക് ഉണ്ട്. പക്ഷേ സെറാമിക്കിൻ്റെ ഓട് പറഞ്ഞാൽ ടൈൽസിൻ്റെ മാതിരിയാണ്. അതിൻ്റെ ഈ ആണിൻ്റെ ഭാഗം ഒഴിവായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഓടി നിൽക്കില്ല. അതുകൊണ്ടാണ് ഈ സിലിക്കോൺ ഉപയോഗിക്കേണ്ടത്. ഇപ്പം കണ്ട ഇതിൻ്റെ മൂന്നായത്തിൽ ഒരു അരക്കഷ്ണം ഒരു ഓടിൻ്റെ അര അങ്ങോട്ടും ബാക്കി ഓടിൻ്റെ പകുതി അങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. കാരണം ആൾ കാണുന്ന ഭാഗത്തേക്ക് നല്ല ഭാഗവും ആളില്ലാത്ത ടാങ്കിൻ്റെ ഏരിയയിലേക്ക് ആ ഓടിൻ്റെ മറ്റേ കഷ്ണം ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ 53-54 ഉറുപ്പ്യൻ്റെ ഓടൊക്കെ നമ്മൾ ഒരു കഷ്ണം എടുത്തുകൊണ്ട് ബാക്കി കഷ്ണം വലിച്ചു തരികയാണെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ കണ്ടോ മൂലോടൊക്കെ വെച്ച് അപ്പോൾ സംഭവം കണ്ടോ സിമെൻ്റൊക്കെ ഇട്ട് ഫുള്ള് ഫിനിഷാക്കിയിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ ഏരിയയിൽ ഫുള്ളായിട്ട് സിമെൻ്റ് എങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ കറക്റ്റ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോകും. വെള്ളം നേരെ മുകൾക്ക് ഓടുമ്പോൾ കറക്കി വെച്ചാണ്. ഇനി നമുക്ക് ഒരു കറുപ്പ് പെയിൻറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് കറുത്ത പെയിൻറ്റ് കൂട്ടിക്കാണ്ടൊക്കെ ബോർഡറിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് 3-4 നില ആയതുകൊണ്ടാണ് കണ്ടോ ആ അരക്കഷ്ണം ആ വേസ്റ്റ് വരുന്ന അരക്കഷ്ണം അവിടെ യൂസ്ഫുൾ ആക്കിയിട്ട് കാണായും. നമ്മളിതിന് ഉപയോഗിക്കുന്ന സിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ചോപ്പാണെങ്കിൽ റെഡ് ഓക്സൈഡ് ചോപ്പ് കൂട്ടുക, കറുപ്പാണെങ്കിൽ കറുപ്പ് കൂട്ടുക. വർക്ക് ഒരുപാട് പല ടെക്നിക്കും നമുക്ക് സൈറ്റിൽ ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 3-4 നിലൻ്റെ മുകളിലാകുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും സിമെൻറ്റൊന്നും ആർക്കും കാണാൻ കഴിയില്ല. എപ്പോഴും ആ കറുപ്പ് കളറേ കാണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, മൂലയിൽ വെക്കണതിന് മാത്രം കുറച്ച് സിമെൻറ്റിൽ അത് കൂട്ടിയാൽ മതി.